സങ്കല്പിച്ചിട്ടുള്ളതാണ് നമ്മളുടെ ശരീരം അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അത് എല്ലാം കൂടി ജോയിൻ ചെയ്യാനായിട്ട് ഈ എക്സർസൈസ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കേട്ടോ. എല്ലാ ദിവസവും വെറുതെ നമ്മൾ ശ്രുതി ബോക്സ് ഓൺ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്നും ഓൺ ചെയ്തില്ലെങ്കിലും നമ്മളുടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസവും പുറത്തേക്ക് വിടുന്നതും കൂടെ അതിൻ്റെ ആ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ സംഗീതത്തിലൂടെ ചെയ്യുന്നതാണ്. എല്ലാവർക്കും സംഗീതം ഇഷ്ടം. അപ്പൊ നമുക്ക് സൈലന്റ് ആയിട്ട് കുറച്ച് നേരം ഇരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്, എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സംഗീതം അല്ലെങ്കിൽ കലകൾ ആസ്വദിക്കുന്നത്. ആ മനസ്സിന് ഏകാഗ്രത, മനസ്സും ശരീരവും എല്ലാം ഒരുമിച്ച് ഏകാഗ്രമാകാൻ വേണ്ടി. അപ്പോൾ ഓം കൃത്യമായിട്ട് എല്ലാ ദിവസവും ചാൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഏത് സബ്ജക്റ്റും നമുക്ക് പഠിക്കാനുള്ള ആ കേപ്പബിലിറ്റി നമുക്കിത്. അതുകൊണ്ട് അതാണ് മന്ത്രത്തിന്റെ ശക്തിയും. എല്ലാ മന്ത്രങ്ങളാവുന്നത് ഓം എന്ന് പറയുമ്പോഴാണ് അല്ലേ. ഓം കൃഷ്ണായ നമഃ എന്ന് പറയുമ്പോൾ പൂർണ്ണമായി, കൃഷ്ണായ നമഃ എന്ന് പറയുന്നേക്കാളും ഓം കൃഷ്ണായ നമഃ എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമന്ത്രമായി. വേറെ ഏതിൻ്റെങ്കിലും കൂടെ അത് ചേർക്കാൻ പറ്റുന്ന ഒരു സിലബിലാണ് ഓം എന്നുള്ളത്. അപ്പം അത് നമ്മൾ ഒന്നാമത് ശ്രദ്ധിക്കുക. പിന്നെ ശ്രുതിയുടെ പ്രാധാന്യം എന്താണ്? ശ്രുതിർ മാതാ ലയപിത. ശ്രുതിക്ക് അമ്മയുടെ സ്ഥാനമാണ്, താളത്തിന് അച്ഛന്റെ സ്ഥാനമാണ് അല്ലെ. അപ്പൊ അത്രയും ശ്രുതി ചേരായിക എന്നുള്ളത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ശ്രുതി ചേർന്ന് വേണം എപ്പോഴും നമ്മൾ പാടാൻ. അപ്പൊ ടീച്ചർ ശ്രുതി ചേർത്ത് പാടൂ എന്ന് പറയുമ്പോൾ യു ഷുഡ് ബി വെരി കെയർഫുൾ ആൻഡ് ഡെഡിക്കേറ്റഡ് കേട്ടോ. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഓംകാരം ചാൻറ്റ് ചെയ്ത് നോക്കിക്കോളൂ, അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഒന്നാമത്തെ എക്സസൈസ് ഓം, ഒന്നാമത്തെയും എന്നും നമ്മൾ ചെയ്യേണ്ടതാണ് ഓം എന്നുള്ള സിലബി ചാൻഡിങ്. അത് കഴിഞ്ഞിട്ട് നാദയോഗ. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് എവിടെ നിന്നാണ് റെഫറൻസ് കിട്ടുന്നത്? ഇത്രയും പഴക്കമുള്ള കാര്യങ്ങളാണ് അല്ലെ. ഇതെങ്ങനെയാണ് സംഗീതത്തില് ഇതെങ്ങനെയാണ് നമ്മൾ ഇത് റെഫറൻസ് എടുക്കുന്നത്? ലക്ഷണ ഗ്രന്ഥങ്ങൾ എന്ന് പറയും. ലക്ഷണ ഗ്രന്ഥങ്ങളിലാണ് ഈ തിയറട്ടിക്കലായിട്ടുള്ള എല്ലാ, ഭരതമുനിയുടെ നാട്യശാസ്ത്രമാണ് അത് നിങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലേ ടീച്ചറെ? അപ്പോൾ നാട്യശാസ്ത്രത്തിലാണ്. അതിൽ കുറച്ച് ചാപ്റ്റേഴ്സ് മ്യൂസിക്കിലും ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സാരംഗദേവന്റെ സംഗീതരത്നാകരമാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് സംഗീതം ഡെവലപ്പ് ചെയ്ത് വന്ന കാലഘട്ടമാണ്. അപ്പോൾ റീസെന്റ് ആയിട്ടുള്ളതും പഴയതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് റെഫറൻസ് എടുക്കണമെങ്കിൽ നമുക്ക് സംഗീതരത്നാകരം, അതുപോലെ തന്നെ ചതുർദണ്ഡി പ്രകാശിക, സംഗീത കൽപ്പദ്രുമം, ഈ 3 ടെക്സ്റ്റുകളും വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് റിസർച്ച് മൈൻഡഡ് ആയിട്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഗഹനമായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ലക്ഷണ ഗ്രന്ഥങ്ങളിലൂടെ പോയാൽ മതി. സംഗീതരത്നാകരത്തിൽ പിണ്ടോൽപത്തി പ്രകരണത്തിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് സംഗീതം ഉണ്ടാവുന്നത്, നാദം എങ്ങനെയാണ് ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും. നിശങ്ക സാരംഗദേവൻ എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. നിശങ്കൻ എന്ന് പറഞ്ഞാൽ ഒരു സംശയവുമില്ല, എല്ലാ കാര്യത്തെക്കുറിച്ചും അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിനെ കുറിച്ച് അറിയണമെങ്കിൽ യു ഗോ ത്രൂ സംഗീതരത്നാകരം. അപ്പോൾ സംഗീതരത്നാകരമൊക്കെ ഞാൻ വായിക്കും, പഠിക്കും എന്നൊക്കെ ഒരു ഡിറ്റർമിനേഷൻ എടുക്കുക. കുറേശ്ശായിട്ട് വായിച്ചാൽ മതി. അതിൽ നിന്നാണ് നമുക്ക് ഇതെല്ലാം കിട്ടുന്നത്. പിന്നെ നമ്മളിപ്പോൾ വോയിസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എവിടെയൊക്കെ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലെ പാടുമ്പോൾ. അതെന്താണ്? ചക്രങ്ങൾ. കേട്ടിട്ടുണ്ടോ ചക്രാസന? നമ്മളുടെ ശരീരത്തിലെ ഓരോ ചക്രത്തിനെ വൈറ്റലൈസ് ചെയ്യുന്നുള്ളതാണ് മ്യൂസിക് തെറാപ്പി. മ്യൂസിക് തെറാപ്പിയുടെ സമ്മതിച്ചു അല്ലെ. നമ്മളുടെ തോട്ട്സ് ആണ് നമ്മളുടെ ബോഡി, മൈൻഡ് ആയി. പിന്നെ ഒരു കാര്യമുള്ള എന്താണ്? സ്പിരിറ്റ് അല്ലെ. ബോഡി, മൈൻഡ്, സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ സ്പിരിറ്റ് എന്നുള്ളത് നമുക്ക് തൊട്ട് കാണാൻ പറ്റില്ല അല്ലെ. സ്ഥൂലം സൂക്ഷ്മം എന്നുള്ള 2 തത്വങ്ങൾ പ്രകൃതിയിൽ എല്ലായിടത്തും ഉണ്ട്. സ്ഥൂലം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് തൊട്ടറിയാൻ പറ്റുന്നത് അല്ലെ. സൂക്ഷ്മം എന്ന് പറഞ്ഞാലോ സബ്റ്റിലായിട്ടുള്ള, നമ്മൾ അനുഭവിച്ചറിയാൻ പറ്റുന്ന, എക്സ്പീരിയൻഷ്യലാണ് അല്ലെ. നമ്മളിപ്പോൾ യോഗ ചെയ്തപ്പോഴും ആ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. അപ്പൊ ആ സ്പിരിറ്റ് ആണ് ഇപ്പൊ പ്രീതി എന്ന്. ചെറിയ പ്രായത്തിൽ 1ാം ക്ലാസ്സിൽ എന്നെ പ്രീതി എന്ന് വിളിച്ചാലും ഇപ്പോഴും വലിയ പ്രീതി എന്ന് വിളിക്കുമ്പോൾ എന്തോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മളെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ആ ശ്വാസമാണ്. അപ്പൊ ആ ശ്വാസവും ശരീരവും എല്ലാം കൂടി സംയോജിപ്പിച്ചിട്ടുള്ളതാണ് നൃത്തം. അതില് ബോഡിക്ക് ഒരു ഭാഗം മാത്രം സ്ഥാനമുള്ളതാണ് സംഗീതം അല്ലെ. അപ്പൊ ആ സൂക്ഷ്മമായിട്ടുള്ള ഏകാഗ്രത എന്നുള്ളതാണ് നമ്മുടെ ശ്രദ്ധ. ഏകാഗ്രത എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് അല്ലെ. അപ്പൊ അത് അക്വയർ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗമാണ് യോഗ, അല്ലെങ്കിൽ നാദയോഗം. നാദത്തിലൂടെയുള്ള യോഗമാണ് സംഗീതം എന്ന് പറയുന്നത്. സമ്മതിച്ചോ? ആണ്. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിലും നമ്മൾ ഒന്നുകൂടി നമ്മളെ റിഫ്രഷ് ചെയ്യണം അല്ലെ. അതുകൊണ്ടാണ് ഇതുപോലെ ക്ലാസ്സുകൾ വയ്ക്കുന്നത്. അപ്പം നമ്മൾക്ക് നല്ലൊരു ഏകാഗ്രതയോടെ ഇപ്പൊ ഇരിക്കുകയാണ് അല്ലെ. യൂഷ്വൽ ക്ലാസ്സിനേക്കാളും
എന്തോ ഒരു പുതിയ കാര്യം നമുക്ക് കിട്ടും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ അല്ലേ, അതെന്നും ഉണ്ടാവണം. എന്നും ഞാൻ പുതിയ അറിവ് നേടും, പുതിയ അനുഭവങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു ഡിസിഷൻ നിങ്ങൾ എടുക്കുക. അപ്പോൾ അതുപോലെ ഡിസയർ എന്ന് പറഞ്ഞാൽ എന്താ? ആഗ്രഹം അല്ലേ? ഡിസയർ, പാഷൻ, ഡെഡിക്കേഷൻ, അങ്ങനെയൊക്കെ നമ്മൾ ഡിസയർ വേണം. ഡിസിഷനും എളുപ്പമാണ് അല്ലേ? ഇവിടെ ഞാൻ വരും, പഠിക്കും, പാടുന്നുള്ളത്. നമുക്ക് വേണ്ട എന്താണ്? ഡിറ്റർമിനേഷൻ. ഞാനത് ചെയ്യും, അത് തീരണ വരെ ഒരു കാര്യം തുടങ്ങിയാൽ അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ചലഞ്ച് അല്ലേ? നമ്മളൊരു കാര്യം തുടങ്ങും, പക്ഷെ എന്നാ വേണ്ടെന്നൊരു അലസത വരും. അപ്പം ആ അലേർട്ട്നെസ് അല്ലെങ്കിൽ ഉത്സാഹം, ലെതർജി ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാ അറിവിൻ്റെയും അടിസ്ഥാനം അല്ലേ? നമ്മൾക്ക് ഉത്സാഹവും പുതിയ ഊർജവും കിട്ടുക എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു പുതിയ ഊർജം കിട്ടാനൊന്ന് എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്യൂ. ഈ കൈകൾ ഭയങ്കര ഇഫക്റ്റീവാണ്. കയ്യിലെ പ്രഷർ പോയിന്റ്സ് നമ്മൾക്ക് നല്ല എനർജി, മടി മാറും, എല്ലാ ഉത്സാഹവും കിട്ടും. വിരലുകൾക്ക് ഇങ്ങനെ നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ അത് ക്ലാസ്സിൽ പഠിപ്പിക്കും, സാറ് പഠിപ്പിക്കും. അപ്പം നമ്മളുടെ എക്സർസൈസ് എന്ന് പറഞ്ഞാൽ ഈ ബ്രീത്തിങ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? വോയിസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു എയർ കോളം പോലെയാണ് നമ്മൾ നാദം പുറപ്പെടുവിക്കുന്നത് അല്ലേ? നമ്മൾ കുറേ നേരം ആലോചിച്ച് എവിടെ നിന്നാണ് ഈ വോയിസ് വരുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഞാൻ പാടുന്നത്, നമ്മൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ചിലപ്പോൾ പേടിയാകുമ്പോൾ അയ്യോ എങ്ങനെയാണ് ഇതെനിക്ക് പാടാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എത്രമാത്രം പെർഫെക്ഷൻ വേണം എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ അതിൽ തന്നെ മുഴുകി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഇത് കിട്ടും. അപ്പോൾ ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ എന്നുള്ളത് ആർട്ടിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ എക്സ്പീരിയൻഷ്യൽ നോളജ് ആയതുകൊണ്ട് എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ എന്താ? വർക്ക് ചെയ്തിട്ടേ ഇരിക്കണം, എന്നാലേ പുതിയ പുതിയ പെർഫെക്ഷനും അറിവും കിട്ടും. അപ്പോൾ ആ പെർഫെക്ഷൻ എന്നുള്ളതാണ് ഒരു ചലഞ്ച് അല്ലെ? ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മളുടെ എല്ലാവരുടെയും യാത്ര അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അല്ലേ? എന്താണ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ്? എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം? എന്തായാലും നമ്മൾ ജീവിക്കുന്നുണ്ട്. എന്താണ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അവർ ലൈഫ്? നമുക്ക് അവസാനം പറയും. ചോദ്യം ഇവിടെ ഇരിക്കട്ടെ. ഇത് ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമെന്ന് നോക്കാം. ഈ ഓംകാരം, ഓം അല്ലെങ്കിൽ പ്രണവം എന്നുള്ളതാണ് പ്രപഞ്ചത്തിന് ആദ്യമായിട്ട് ഉണ്ടായത്. അപ്പോൾ ഓം എന്നുള്ളത് ഏതൊക്കെ അക്ഷരങ്ങൾ ചേർന്നാണ്? ആ, ഉ, ഉം. ആ, ഉ, ഉം. എ, യു, എം എന്ന് വേണമെങ്കിൽ വെക്കാം നമുക്ക്. അപ്പോൾ അകാരം, ഉകാരം, മകാരം, അതിനെ നമുക്ക് സപ്തസ്വരമായിട്ട് കണക്ട് ചെയ്ത് പാടാം. അപ്പോൾ എല്ലാവരും നിവർന്നിരുന്നിട്ട് എന്ന് പറയുമ്പോൾ ഈ അബ്ഡോമിനൽ റീജിയനിൽ വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ പെട്ടെന്നൊന്നും സാധിക്കില്ല. നമ്മൾ മനസ്സ് എന്താ അത് ഏകാഗ്രമായിട്ട് അതിനുവേണ്ടി ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അയ്യോ എനിക്ക് അങ്ങനെ വരുന്നില്ല എന്നൊക്കെ തോന്നും. പക്ഷെ അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. ആദ്യത്തെ ക്ലാസ്സിൽ സാർ പറഞ്ഞില്ലേ, നാച്ചുറലായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ വയറ് വീർക്കണം, ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ വയറുള്ളിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ പാടുമ്പോൾ ഒക്കെ എങ്ങനെയാണ്? വയറുള്ളിലേക്കാണ് പോകുന്നത്. അത് ഓപ്പോസിറ്റ് ബ്രീത്തിങ് വരരുത്, അത് മാത്രമേ ഉള്ളൂ. അത് ഗൗനിക്കേണ്ട നാച്ചുറൽ പ്രോസസ്സാണ് കേട്ടോ. നിങ്ങൾക്ക് വോയിസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതായിരിക്കും കാരണം. നിങ്ങൾ ബ്രീത്ത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ വയറിങ്ങനെ മുന്നോട്ടാക്കലുണ്ടാകും. അങ്ങനെയല്ല, ഉള്ളിലേക്ക് പോയാലാണ് ആ എയർ കോളത്തിൽ. അത് ബലൂൺ സങ്കല്പിച്ചാൽ മതി. ബലൂണിൽ എയർ നിറയ്ക്കുമ്പോൾ അത് വീർത്ത് വരില്ലേ? അതേപോലത്തെ ഒരു പ്രോസസ്സാണ് നമ്മൾ വോയിസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നിവർന്നിരുന്നിട്ട് അകാരം ഈ വയർ റീജിയനിൽ നല്ലോണം ശ്രദ്ധ കൊടുത്തിട്ട് നിവർന്നിരുന്ന് പാടും. കണ്ണുകൾ അടച്ചോളൂ. ത്രോട്ട് റീജിയൻ, കഴുത്തിൻ്റെയും നെഞ്ചിൻ്റെയും ഭാഗത്ത് ശ്രദ്ധിച്ച് പഞ്ചമം ഊ പറയും. റീജിയനിൽ ശ്രദ്ധിച്ചിട്ട് അത് മുകളിലത്തെ സ.
ഓം 11 പ്രാവശ്യം. ഓം